അത്രേ ഉള്ളു. വാ ഫ്രണ്ടോട്ടോ. അങ്ങനെ പെട്ടെന്ന് കിട്ടൂല. സുഹൃത്തുക്കളെ നിന്നെ തലയിൽ നീലടിച്ചോ നീലാമ്പലി എന്താ പറയുന്നുണ്ടോ കാര്യം കേൾക്കുന്നില്ല. നീ എന്തിനു പറഞ്ഞില്ല നമ്മൾ തുപ്പിക്കൊണ്ടിരിക്കും. നീ വഴിയേക്ക് വാഹനം പോയി നീ പട്ടേക്കൊണ്ടിരിക്കുന്നു. അടുത്തവരുടെ കമ്പിയായിട്ട് പാണ്ടി മക്കൾ വന്നല്ലോ. ഞാൻ വിചാരിച്ചേ നോർമൽ കുട്ടി ഇത് വെളിയിൽ നമ്മുടെ താഴെ തൊണ്ട കുട്ടിയെ ചെയ്യാണ്. തൊണ്ട എങ്ങനെയൊക്കെ വലുതായിരിക്കും കേട്ടാ. ആളം സാപ്പിള് വിഴുങ്ങിപ്പോയി. ഇപ്പൊ മനസ്സിലാവുന്നില്ല. മലയാളത്തിൽ എങ്ങനെ പറയാ, തമിഴാണ്. മറ്റേ സാമ്പാറിൽ വളിയാ മാറുന്നു നിന്നെ കണ്ടിട്ട്. ആനരെ കൊട്ടെടുത്ത് വാലറാ ഇങ്ങനെ കാര്യം. വീരപ്പനോട് കൊണ്ടുപോകാൻ സോറി അറിയാണ്ട കൊട്ടടിച്ചു നിന്റെ അടിച്ചു പൊട്ടിച്ച്. അതുകൊണ്ടാണ് എന്തൊരു പിള്ളേരാകുമ്പോ കുറച്ചേരം മാറിയ സൗണ്ട്. എവിടെ സ്ഥലം എവിടെ? ഹലോ മാഡം. മാഡം കൊതരാജുവാണ് ചത്ത് കിടക്കണേ. എടാ ഇവിടെ ചത്ത് കിടക്കണേ. ഓ അതറിഞ്ഞൂടാ സംഭാറൂടാ. അയ്യോ ഞാൻ ഡ്രസ്സിലല്ലേ. ഞാൻ ദാ പറഞ്ഞു. കൊണ്ടക്കാരി ഇപ്പൊ സംസാരിക്കില്ല. ഇപ്പൊ സംസാരിക്കില്ല. പുറത്ത് സംസാരിക്കണ്ടിരിക്കുക.
വീരപ്പന്റെ അടുത്ത് പറയണോ എസ്റ്റേറ്റിന്റെ കീബാൻഡ് ചോദിക്കാനോട് അപ്പുറത്ത് ഹലോ പയ്യൻ ക്രാഷിന്റെ കീബാൻഡ് തരുത്തുണ്ട് എനിക്ക് പയ്യൻ 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 ഹലോ പയ്യൻസ് ഹലോ 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 സുഖാണോ ബ്രോ സുഖമാണ് പറഞ്ഞോളൂ ചെറുതായിട്ടൊന്ന് കൈ വെക്കാവോ ആ പറഞ്ഞുതരാം ഒരു പ്രശ്നമുണ്ട് കേട്ടോ ആ എന്താണ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോകും ഓക്കെ ടാറ്റ അടിച്ചു കൊടുക്കണേ കേട്ടാ ഓക്കെ ടാറ്റ പറഞ്ഞിട്ട് എഫ് ഐ അടിച്ചാട്ടാ നമ്മളിവിടെ ആരെയും ഹോസ്റ്റ് ആക്കിയിട്ടില്ല നമ്മള് കേറാൻ പറഞ്ഞപ്പോ ആള് എഫ് ഐ അടിച്ച് നമ്മള് കേറാൻ പറഞ്ഞപ്പോ എന്നെ കൊണ്ടുപോവാ കൊല്ലല്ലേ എടാ ആ വണ്ടി നിർത്തിയ ദാമു DNL തൂറി പേര് കിട്ടി FIDNL എന്താ നിങ്ങളെന്താ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കാര്യം എന്താ ഹെലിയിൽ കുറച്ച് ആൾക്കാർ മരിച്ചു ആര് തല്ലി അതെങ്ങനെ തല്ലിയത് ഒന്ന് പറഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്താ കേക്കട്ടെ എക്സ്പ്ലെയിൻ ചെയ്യ അല്ലല്ല എന്തിനു തല്ലി എങ്ങനെ തല്ലി അത് എക്സ്പ്ലെയിൻ ചെയ്യും നിങ്ങള് അത് കഴിഞ്ഞിട്ടല്ലേ മീറ്റിംഗ് വെക്കണമെന്ന് നോക്കാം നമ്മളിവിടെ സിറ്റുവേഷൻ ആരും എടുത്തിട്ടില്ല മനസ്സിലായ പിന്നെ എങ്ങനെ ഹലോ ഞാൻ വിളിക്കാൻ പറഞ്ഞ നിങ്ങൾ വിളിച്ചാ അയ്യേ റിജക്ട് ചെയ്യടാ അവൻ വന്ന് വിളിച്ചിട്ട് പറയാണ് റൂൾസ് പ്രകാരം വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾ മറ്റേ മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് ചെയ്യാനേ പറ്റത്തുള്ളൂ അത് ചെയ്യണം സിറ്റുവേഷൻ ചോദിച്ചാൽ പറയാ നിങ്ങളെ കൂട്ടത്തിലുള്ള ആള് നമ്മളെ കൂട്ടത്തിലുള്ള ആള് അടിച്ചെന്ന് ആര് കണ്ടില്ല ഇതെങ്ങനെ അറിഞ്ഞ് അങ്ങനല്ല മറ്റേ ഇത് വ്യക്തമാക്കാം നമ്മുടെ സൈഡ് ഇത് പറയാം അല്ല ബ്രോ മീറ്റിംഗ് അത് മീറ്റിംഗിന്റെ ആവശ്യം ഇപ്പോൾ വരുന്നില്ലല്ലോ കാരണം നമ്മളിപ്പോ അടിയൊന്നും ആയിട്ടില്ലല്ലോ അതാണ് നമ്മളിപ്പം നമ്മൾ അതുകൊണ്ട് വാട്സാപ്പില് ലൈക് വാട്സാപ്പില് നമ്മൾ അതുകൊണ്ടാ എന്തിനാ മീറ്റിംഗ് എന്നുള്ള കാര്യം ഇങ്ങനെ ചോദിച്ചത്. ഞങ്ങളാണ് മീറ്റിംഗ് വിളിച്ചത്. അല്ല ബ്രോ, ഞങ്ങളാണ് മീറ്റിംഗ് വിളിച്ചത്. ഞങ്ങളുടെ കൂട്ടത്തില് വീരപ്പൻ എന്ന് പറയുന്ന ആള് നിങ്ങളുടെ വെടികൊണ്ട് മരിച്ചു. അതിന്റെ കാര്യം ചോദിച്ചിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അതിന് വേണ്ടിട്ടാണ് മീറ്റിംഗ്. ഞാൻ ടിവിയുടെ കോൾ ഇട്ടു, ഞാൻ ക്ലിയർ ചെയ്യണത് നമ്മുടെ സൈഡിൽ നിന്ന് ആരും അടിച്ചിട്ടില്ല. നിങ്ങളുടെ വീരപ്പൻ ഞങ്ങൾ ആരും അടിച്ചിട്ടില്ല. നമുക്ക് അവിടെ സംസാരിക്കാം, നമുക്ക് മീറ്റിംഗില് സംസാരിക്കാം. ഇപ്പൊ ഞാൻ കാര്യം പെട്ടെ ഒരു കാര്യമായിട്ടുള്ള കാര്യത്തിനാണെങ്കിൽ നമുക്ക് ഇപ്പൊ വരാനായിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അത് ഇപ്പൊ വരാനും നമുക്ക് വേറെ വിഷയം കാര്യമല്ല. ഇപ്പൊ ഇവിടെ ഒരു സിറ്റുവേഷൻ ചുമ്മാ മീറ്റിംഗ് ആയിട്ട് ഒരു കാര്യം വന്ന് ഓൾറെഡി സംസാരം അങ്ങോട്ട് ആയിട്ടിരിക്കുകയാണ്. മീറ്റിംഗ് സിറ്റുവേഷനിൽ വന്നിട്ട് അല്ല എന്താണ് കാര്യം, എന്താണ് ഇപ്പം? അല്ല ബ്രോ, സംസാരിക്കുന്ന രീതി അനുസരിച്ച് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഞാനത് സംസാരിച്ച് എന്താ അടിക്കണം എന്ന് പറഞ്ഞില്ലേ? നമ്മൾ അടിച്ചിട്ടില്ലടാ. നമ്മൾ നിങ്ങളുടെ ടീമിൽ നിങ്ങൾ ആരെയും അടിച്ചിട്ടില്ല, ഉറപ്പാണ്. അത് അതുകൊണ്ടാ മീറ്റിംഗിന്റെ ആവശ്യം ഉണ്ടോ ചോദിക്കണേ. ഇപ്പൊ നമ്മൾ അടിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മളൊരു മീറ്റിംഗ് നമ്മൾ പ്രതീക്ഷയിലിരിക്കും വിളിക്കാൻ അങ്ങോട്ട് ഇങ്ങോട്ട്. നമ്മുടെ കൂട്ടത്തിലെ വീരപ്പൻ എന്ന് പറയുന്ന പുള്ളിക്കാരനെ അടിച്ചു കൊല്ലുന്നത് കണ്ടോണ്ടിരിക്കുകയാണ് കുട്ടൻ. ഒരു സെക്കൻഡ് എടാ ഉണ്ണിക്കുട്ടൻ, ടെക്സാസിലെ ഉണ്ണിക്കുട്ടൻ നമ്മുടെ കൂട്ടത്തിലുള്ള ആരോ വീരപ്പൻ അടിച്ചത് ഇട്ടതാണ് അറിഞ്ഞത്. ദാമു അല്ല അടിച്ചായിരുന്നാ? ഉണ്ണിക്കുട്ടെ വിളിച്ചിന്ന് സെസ്കോപ്പ് ചോദിക്കുന്നു. ഗുഡ് സരക്കെ അവന്മാർ ഒത്തുകിട്ടെ. സരക്കെ ഞാൻ തമിഴ് സംസാരിച്ചല്ലോ. സരക്കെ
ഞാൻ തമിഴ് സംസാരിക്കണ്ട. ഇത് വന്ന് ഇപ്പടിയാ പോട്ടെ ചുമ്മാടിയാവല്ലോ വേണ്ട. അല്ല നമ്മള് അവരത്ത് നല്ലോണം വരല്ലേ പറഞ്ഞ പിന്നെ നമ്മള് ഒരു തമിഴ് കിടന്ന് സംസാരിക്കുന്ന റൗണ്ട് പൊട്ടിച്ചിട്ട് അടിച്ചാ പോലെ. ഇല്ലടാ ഇപ്പൊ ഇല്ലടാ അവന്മാര് കൊറേ നേരത്തെ ചന്ദ്ര അതുകൊണ്ടല്ല ഒരു മിനിറ്റാ ചന്ദ്ര അത് മറ്റേ തീട്ട വണ്ടി ചന്ദ്ര മറ്റേ FP ഇട്ട് വിളിക്കുന്ന. ഓക്കെ ഞാൻ അറിയാറുണ്ട്. ഇപ്പൊ വിളിച്ചാലും അല്ല ഇപ്പൊ വിളിക്കുന്ന വാറായിട്ട് തന്നെ ഇതാക്കണമെന്നില്ലല്ലോടാ. നമുക്കിപ്പോ സംസാരിക്കാം എന്താണ് സിറ്റുവേഷൻ അവന്മാര് പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാ. അല്ല ഇപ്പൊ നിങ്ങൾക്ക് അടിക്കണം മൈൻഡെങ്കിൽ അടിക്കാം പ്രശ്നം തീർന്നില്ലേ. പൊട്ടിച്ചിട്ട് ഇപ്പൊ ചെന്നാല് ഇതിലെ ഒരു വേറെ സീൻ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞാലും നേരെ അടുത്ത റൗണ്ടുമാര് ഇപ്പൊ വീണ്ടും അടി കൊണ്ടിട്ട് വീണ്ടും ഒരു വാറിലോട്ട് അങ്ങനെ മതി. അല്ലടാ സംസാരിക്കുമ്പോ വിളിച്ച് സംസാരിക്കും സരക്കെ ഞാൻ പറഞ്ഞത് സംസാരിക്കുമ്പോൾ വാറാക്കണം. നമ്മള് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സൈഡിൽ നിന്ന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവന്മാർ സൈഡിൽ ആരും ഇല്ല അവിടെ. നീ ഇങ്ങനെ പറഞ്ഞ ചന്ദ്ര പറഞ്ഞാൽ മതി പ്രോപ്പറായിട്ട് സിറ്റുവേഷൻ ആയിട്ടോ അപ്പഴത്തേക്ക് നമുക്ക് വാറാക്കാനുള്ള കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ മതി. ഇത് ഒരു വാറിനുള്ള സിറ്റുവേഷൻ ആണ് നമുക്ക് തോന്നിയില്ല. നമ്മളെ ഗ്യാങ് ഹൗസിലെ ഫ്രണ്ടിൽ നിന്നപ്പോഴത്തേക്ക് നിങ്ങൾ ഒന്ന് ഹെലി കൊണ്ട് പൊട്ടിച്ചെത്തതും അതൊന്നും നമ്മള് പ്രത്യേകിച്ച് സിറ്റുവേഷൻ ആയിട്ടൊന്നും ആയില്ല. അപ്പൊ നിങ്ങളൊരു പ്രോപ്പറായിട്ട് സിറ്റുവേഷൻ ആയിട്ട് പറ അപ്പഴത്തേക്ക് നമ്മൾ വാർ എടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ മതി. സത്യം നമ്മള് വെറുതെ കൊണാടിക്കാൻ നിൽക്കണ്ട. ഇത് പറഞ്ഞാൽ തന്നെ നിന്നെ കൊണ്ടുവരും. ആരെ കൊണ്ടുവരും? നിന്നെ കൊണ്ടുവരും. നിന്റെ ഈ പഞ്ചാര പാത്രത്തിൽ മറ്റേ കഞ്ഞിട്ട കാലിട്ട കാലും വെട്ട മറ്റേ സൗണ്ട് കൊണ്ടുപോയി അത് സരക്കണ സത്യം കള്ളി അല്ല അത് സരക്കണ. സോറി ഫോർ ഡിലേ നമ്മള്. ഓക്കെ ബ്രോ അപ്പൊ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ നിങ്ങളുടെ ലീഡർ വന്നിട്ടുണ്ടോ ബ്രോ? എന്താ ബ്രോ ലീഡർ വന്നിട്ടുണ്ടോ ബ്രോ? നിങ്ങളെ ലീഡേഴ്സ് ബ്രോ ഞാൻ ലീഡറിന്റെ കാര്യം അന്വേഷിക്കുന്നില്ല ബ്രോ. നമ്മള് മര്യാദക്കല്ലേ സംസാരിക്കും. ഇവിടെ മര്യാദക്ക് സംസാരിക്കണം. നിങ്ങൾ നാളെ വിളിച്ചു അതിന്റെ ഇടയ്ക്ക് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ബ്രോ സംസാരിക്കണം. എന്റെ ഒരു ചന്ദ്രൻ. ബ്രോന്റെ പേരെന്താ? ബ്രോ എപ്പോഴും മാനായിട്ടല്ലല്ലോ സംസാരിക്കുന്നത്. അല്ല ബ്രോന്റെ പേരെന്താ? പേര് ഫാൽക്കൺ. ഓക്കെ ബ്രോ അതായത് ഇപ്പൊ സിറ്റുവേഷൻ നിങ്ങൾ പറഞ്ഞ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെ കൊന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ കൊന്നില്ല. ആവപ്പാടെ ഉണ്ടായത് ഒരു ഹെലി ആക്സിഡന്റ് ആണ് അവിടെ. അതിന്റെ പേരിൽ ഈ സിറ്റുവേഷൻ എങ്ങനെ ബ്രോ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ മീറ്റിംഗ് അതിനെ പറ്റി സംസാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ലൈക്ക് ചാറ്റിൽ അങ്ങനത്തെ രീതി സംസാരിച്ചത്. കാരണം മീറ്റിംഗ് ഉണ്ടാകാനുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ നടന്നിട്ടില്ല. പിന്നെ എങ്ങനെ മീറ്റിംഗ് വിളിക്കും? അതാണ് നീ എന്തുവാടാ കണ്ടത് അവിടെ? ഉണ്ണിക്കുട്ടാ നീ പറയും. ബ്രോ ലീഡറാണ് ഫാൽക്കൺ ലീഡറാണ്. അല്ല ബ്രോ ഫാൽക്കൺ ലീഡറാണ് ബ്രോ. ഇവനാണ് ദൃക്സാക്ഷി. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നവന്. അല്ലല്ല പുള്ളി പറഞ്ഞു വേറൊരു ഹെലി വന്നു. ആ ഹെലിയിലുള്ള ആളെ നിങ്ങളെ ബ്രോ എങ്ങനെ അവിടെ അല്ല ഞാൻ ചോദിക്കട്ടെ ബ്രോ എങ്ങനെയായിരുന്നു അവിടെ ഇരുന്നത്? പോണ വഴി ഏത് വണ്ടിയിൽ വന്ന്? ഞാൻ എന്റെ വണ്ടിയിൽ വന്നു. ഏത് വണ്ടി? സ്വന്തം വണ്ടിയിലോ? ബൈക്കില്? അപ്പൊ അവിടെ കണ്ടില്ലല്ലോ ബ്രോ നമ്മള്. എന്നാ പിന്നെ വേറെ കാര്യം പറയട്ടെ ബ്രോ. ഡ്രസ്സിൽ വന്നിട്ട് ഇല്ല ഇനി ഞാൻ കാര്യം പറയട്ടെ ബ്രോ. അവിടെ നിങ്ങളുടെ ആൾക്കാർ അടിച്ചിടുമ്പോൾ റേഡിയോ കോഴ്സും പ്രോപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ഞാനാണ് ഇവിടെ ടി വി സിറ്റുവേഷനെ അടി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനാണ് ഇവന്മാരെല്ലാം ഗ്യാങ്സിലോട്ട് തിരിച്ചു വിളിക്കുന്നത് ബാക്കിയുള്ളവരെ. അത്രയും പോരെ ബ്രോ? ശരി എല്ലാം വിടും ബ്രോ. അത് കേട്ട് നിങ്ങൾ ചാറ്റ് കറക്റ്റ് ആയിട്ട് ഇടുന്നുണ്ടല്ലോ 2 വണ്ടി ഡൗൺ അല്ല ബ്രോ. എന്നിട്ട് അത് കേട്ട് നിങ്ങൾ തന്നെ ചാറ്റ് ഇടുന്നുണ്ടല്ലോ. നിങ്ങൾ തന്നെ ചാറ്റ് ഇട്ട് ചൊറിയുന്നുണ്ടല്ലോ. ഹെലിയുടെ കേസ് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ചാറ്റിൽ ഇത്രയും കൊണയായില്ല. എത്ര ദിവസം നിങ്ങൾ ഇങ്ങനെ വിളിച്ചു കിട്ടും? എത്ര ദിവസം വിളിച്ചു കിട്ടും? ബ്രോ സിമ്പിൾ ആയിട്ട് പറയാം. നിങ്ങൾക്ക് ഇപ്പം എന്തായാലും നമ്മളായിട്ട് വാറെടുക്കാൻ എനിക്കൊരു മൈൻഡ്.
നിങ്ങൾക്ക് ആണ് ആണ് നിങ്ങൾ ഒരു പ്രോപ്പർ സിറ്റുവേഷൻ ഇപ്പൊ നിങ്ങൾ എന്താന്ന് വെച്ചാൽ തുടങ്ങിക്കോ, ഞങ്ങൾ വരാൻ ഞാൻ ഇപ്പോഴും പറയാം പ്രോപ്പർ നിങ്ങൾ വീരപ്പൻ അടിച്ചിട്ട് എന്ത് നിങ്ങൾ പ്രോപ്പർ അതാ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്ക് ഈ ചാറ്റ് ഈ കൊണയും പിന്നെ നമ്മുടെ കൂടെയുള്ള ഒരാളെ അടിച്ചിട്ട് പോരെ നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ അല്ലല്ല ഞാൻ കാര്യം അല്ല ഇങ്ങനൊരു കാര്യം ഞാൻ പറയാം, ഇങ്ങനൊരു കാര്യം പറഞ്ഞു. നിങ്ങൾ ദൃശ്യാക്ഷി നമ്മളെ കണ്ടല്ലേ? ഓക്കെ, വണ്ടി കൊണ്ടുവന്ന് നമ്മളെ വണ്ടിയിലുള്ള 4 പേര് അവിടെ നിന്ന് ഇറങ്ങി. ഓക്കെ, വീരപ്പൻ വീരനായോണ്ട് ഗണ്ണ് എടുത്തിട്ട് ഇങ്ങോട്ട് വെടിവെച്ചു. അപ്പൊ നമ്മളെ കണ്ടു. അല്ല ചോദിക്കട്ടെ, എടാ ഞാൻ ചോദിക്കട്ടെ, അല്ല ഞാൻ ചോദിക്കാണ് നിങ്ങളോട്, ഞാൻ ചോദിക്കണം. നമ്മൾ സിറ്റുവേഷൻ പിടിക്കാൻ വന്നിരുന്നെങ്കിൽ നമ്മൾ ഇവനെ ആദ്യമേ വന്ന് അടിച്ചേനെ, മനസ്സിലായി? ഇവനായിട്ട് ഗണ്ണെടുത്ത് നമ്മൾ അടിക്കുമ്പോ നമ്മൾ നിന്ന് കൊടുക്കണോന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. വീരപ്പൻ എന്ന് പറയുന്ന ആളുടെ ജീവന് ഭീഷണി വന്നോണ്ടാണ് നിങ്ങക്ക് വേറെ വിളിക്കണം, അത്രേ ഉള്ളൂ. വേറെ ബ്രോ ജീവന് ഭീഷണിയല്ലേ ബ്രോ? ആണല്ലോ, സെറ്റല്ലേ? ഓക്കെ ഓക്കെ ബ്രോ. എന്തായിരുന്നു പേര്? ഫാൽക്കണ. എടാ കൂടെ ഗ്യാങ്ങിലല്ലേ കൂടുതലാരെ പേരൊക്കെ പഠിച്ചു ചെയ്യണം കേട്ടാ. കൂടുതലാരെ പേര് ശരിടാ. പാണ്ടി പോട്ടോ, നീ ലീഡർ ഉണ്ടായിട്ട് ഒരു കാര്യമില്ലല്ലോടാ. ലീഡർ ഉണ്ടായിട്ട് നീ എവിടെ ലീഡർ ഉണ്ടായിട്ട് ഒരു കുണവും ഇല്ലല്ലോ. സ്വന്തം ഗ്യാങ്ങിൽ വന്ന പേരറിഞ്ഞിട്ടുള്ളടാ എനിക്ക്. സ്വന്തം ഗ്യാങ്ങിൽ വന്ന പേരറിഞ്ഞിട്ടുള്ളടാ മൊണ്ണെ. നീ ആ പാട്ടിനെ കഷ്ടപ്പാടിക്ക് വരുമ്പോ സ്വന്തം ഗ്യാങ്ങിലുള്ള എന്റെ പേരടാ. എന്നിട്ടാണ് അവൻ അവിടെ മറ്റേ ലീഡ് റൂമ്പാ നടക്കണം. കേറ് 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 കേറ്. സ്വന്തം ഗ്യാങ്ങിലെ ലീഡർ അവര് പേരോ കൂടുതൽ അപ്പക്കൊട്ട ഉണ്ടിക്കൊട്ടാനൊക്കെ ഇനി കളിക്കണ്ട പറയും. നമ്മൾ മര്യാദ സംസാരിക്കുമ്പോഴത്തേക്ക് അമ്മമാരെ കോണയല്ലേ. റിജക്ട് ചെയ്തിട്ടോ, റിജക്ട് ചെയ്തിട്ടോ, റിജക്ട് ചെയ്തിട്ടോ. മര്യാദ കളിക്കണ്ട. സംസാരിക്കാൻ വന്നപ്പോഴത്തേക്ക് അമ്മമാർക്ക് കോണ. ഇനി അമ്മമാര് കളിക്കണ്ട. അത്ര നേരം മര്യാദക്ക് വാറ അടിച്ചിട്ട് പോട്ടെ, സിറ്റുവേഷൻ അലമ്പാക്കണ്ട പറഞ്ഞപ്പോഴത്തേക്ക് അവനടുത്ത് വാറ വിളി അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പോടാ തീട്ടമ്മയെന്ന്. എന്നാ പിന്നെ അവന് കളിക്കണ്ട, അവൻ അവിടെ ഇരിക്കട്ടെ. അവൻ അവിടെ ഇരിക്കട്ടെ. അവന്റെ വീരപ്പൻ കുറുപ്പ് അവിടെ ഊവി ചത്തതും വെച്ച് അവിടെ ഇരിക്കട്ടെ. കരയാൻ പറഞ്ഞു.